സ്ഥാനാർത്ഥി പട്ടിക പുറത്തുവരുന്നതോടെ പലയിടത്തും പ്രശ്നങ്ങൾ രൂക്ഷമാവുകയാണ്. തൃശൂർ കോർപ്പറേഷനിലെ കോൺഗ്രസിൽ കാര്യങ്ങൾ പൊട്ടിത്തെറിയിലേക്ക് കടന്നു. കൌൺസിലർ ഉൾപ്പെടെ 4 പേർ രാജിവെച്ചു. 2 പേർ വിമതരായി മത്സരിക്കും. ഒരാൾ LDF-ലേക്കും ചേക്കേറി. CPIM-ലുമുണ്ട് വിമതൻ. കോട്ടപ്പുറം ഡിവിഷനിൽ പാർട്ടി സ്ഥാനാർത്ഥിക്കെതിരെ CPIM-കാർ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു. ജെയ്സൺ ചാവളപ്പിൽ നമുക്കൊപ്പം ചേരുകയാണ്. ജെയ്സൺ ചാവളപ്പിൽ, ആകെ തദ്ദേശം മുഴുവൻ തല്ലുമാലയായി മാറുകയാണോ? പൊട്ടിത്തെറിയുടെ വാർത്തകളെ കേൾക്കാനുള്ളല്ലോ, എന്താ സംഭവിക്കുന്നത്? സുജിയ, കഴിഞ്ഞ 10 വർഷത്തിന് ശേഷം കോൺഗ്രസിന് തിരിച്ചു വരാമെന്ന പ്രതീക്ഷ നൽകുന്ന ഒരു തിരഞ്ഞെടുപ്പായിട്ടാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത്. തൃശൂർ കോർപ്പറേഷനിൽ നല്ല രീതിയിലുള്ള സ്ഥാനാർത്ഥി നിർണയം നടന്നിട്ടുണ്ട്. ഇന്നലെ രാത്രി ഏറെ വൈകിയാണ് സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയാക്കിയത്. പക്ഷേ ഇന്ന് രാവിലെ നിലവിലുള്ള കോൺഗ്രസിൻ്റെ ഒരു കൗൺസിലർ നേരെ LDF-ലേക്ക് ചേരുന്നു. അതോടൊപ്പം തന്നെ സ്ഥാനാർത്ഥിത്വം പ്രതീക്ഷിച്ചിരുന്ന 2 പേർ കോൺഗ്രസിൻ്റെ കോട്ടയിൽ തന്നെ വിമത സ്ഥാനാർത്ഥികളായി രംഗത്തെത്തുന്നു. DCC ജനറൽ സെക്രട്ടറി തൽസ്ഥാനം രാജിവെക്കുന്നു. പക്ഷേ കോൺഗ്രസിൻ്റെ ഒരു ആശ്വാസം എന്ന് പ്രധാനമായും പറയാൻ കഴിയാവുന്ന ഒരു കാര്യമുണ്ട്. ഇതിൽ കോൺഗ്രസിൻ്റെ കോട്ടയിലാണ് പ്രധാനമായും വിമതശല്യം നിലനിൽക്കുന്നത്. ഇനി വിമതം ജയിച്ചാൽ പോലും അത് കോൺഗ്രസിനോട് ചേർത്ത് നിർത്താമെന്ന പ്രതീക്ഷ ഒരു ഭാഗത്ത് കോൺഗ്രസ് നേതാക്കൾ പങ്കുവയ്ക്കുന്നുണ്ട്. പക്ഷേ ഈ വിമതശല്യം മറ്റു സ്ഥലങ്ങളിലേക്ക് നൽകുന്ന സന്ദേശം അത്ര നല്ലതല്ല എന്നതാണ് കോൺഗ്രസ് നേതാക്കളെ ആശങ്കപ്പെടുത്തുന്നത്. പക്ഷേ വരും ദിവസങ്ങളിൽ ഈ പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ച് മുന്നോട്ട് പോകാമെന്ന പ്രതീക്ഷയാണ് കോൺഗ്രസ് നേതാക്കൾ പങ്കുവയ്ക്കുന്നത്. സുജിയ, ഓക്കെ, താങ്ക് യു. ജെയ്സൺ ചാവളപ്പിലാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്.